നമസ്കാരം. ബാർക്ക് വ്യാജ വാർത്ത 24 ന്യൂസിനെതിരെ കേസ്. എൻ്റെ അമ്മയെ, എന്തൊക്കെയാണ് മലയാള ന്യൂസ് ചാനൽ രംഗത്ത് നടക്കുന്നത്? ഏറ്റവും പുതിയതാണിപ്പോൾ ഒടുവിൽ വന്ന വാർത്ത. ഇത് റിപ്പോർട്ടർ ടി വിയിലാണ് ഈ വാർത്തയുള്ളത്. ഒപ്പം കേരളത്തിലൊരു പോലീസ് സ്റ്റേഷനിലൊരു കേസ് FIR ഇട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൻ്റെ വിശദാംശത്തിലേക്കാണ് ഈ വീഡിയോ കടക്കുന്നത്. ഇന്നലെ നമ്മൾ ബാർക്ക് റേറ്റിങ്ങിൻ്റെ സമയത്ത് ചില കാര്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു, പക്ഷേ ഇമാതിരി ഒരു കേസൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. മലയാളത്തിലെ ഒരു ഷോർട്ടായിട്ട് നമുക്ക് നിലവിലെ സാഹചര്യം പറയുകയാണെങ്കിൽ, കേരളത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കുറേ കാലമായിട്ട് ഏകാധിപതികളെ പോലെ ഒന്നാം സ്ഥാനത്ത് നടക്കുകയായിരുന്നു. അവിടെ രണ്ടാമതേക്ക് 24 ന്യൂസ് പെട്ടെന്ന് നല്ല ഗംഭീരമായിട്ട് കയറി വന്നു. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ 24 ന്യൂസ് ഏഷ്യാനെറ്റ് ന്യൂസ് ആവാൻ ശ്രമിച്ചു. അപ്പം അതേ സമയത്ത് റിപ്പോർട്ടർ ടി വി പുതിയ മുഖവുമായിട്ട് വന്നു. പിന്നെ ക്രമേണ റിപ്പോർട്ടർ ടി വി രണ്ടാമതായി, 24 മൂന്നാമതായി, റിപ്പോർട്ടർ ടി വി ഒന്നാമതായി, 24 മൂന്നാമതും, ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാമതുമായി. റിപ്പോർട്ടർ ടി വി ഒരു അപ്രമാദിത്വം ഉള്ള ശക്തിയാണ് എന്ന് വിചാരിക്കുന്ന വിധത്തിൽ ബാർക്ക് റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. അത് ശാസ്ത്രീയമാണോ അല്ലയോ എന്നുള്ള ചർച്ചയല്ല. അപ്പോൾ അങ്ങനെ ബാർക്ക് റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ഒന്നാം സ്ഥാനത്തൊക്കെ നിന്ന് പിന്നെ രണ്ടാമത് പോയി. ഇപ്പോൾ 1ഉം 2ഉം ഏഷ്യാനെറ്റ് ന്യൂസും റിപ്പോർട്ടർ ടി വിയും 24 ന്യൂസുമാണ്. ഈ ഘട്ടത്തിലാണ് 24 ന്യൂസ് നിലവിലെ ബാർക്ക് റിപ്പോർട്ടിൽ 3ആം സ്ഥാനത്ത് അവർ നിൽക്കുന്നത്. തിരിച്ചുവരവില്ലാത്ത വിധമെന്ന് പറയാൻ പറ്റില്ല, വലിയ ഗ്യാപ്പ് 2ആം സ്ഥാനവുമായിട്ടുണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. തിരിച്ചു വരാനൊക്കെ പറ്റും, ഈസി ആയിട്ട് വരും. 24-ന് അവരെ പഴയ സ്വഭാവം എടുത്താൽ ഈസി ആയിട്ട് വരാൻ പറ്റും. അവർ ജനകീയമായി അവരെ ശൈലിയിൽ വ്യത്യാസം വരുത്തിയാൽ മതിയല്ലോ. അങ്ങനെയാണല്ലോ ഒന്നാമതൊക്കെ എത്തിയത് അവർ. അതിന് പറ്റുകയും ചെയ്യും. ശ്രീകണ്ഠൻ നായരെ പോലെ അത്ര റീച്ചുള്ള, ഇപ്പോൾ അടുക്കളകളിൽ, വീട്ടിലെ ഡൈനിങ് റൂമിൽ, വീട്ടിലെ സ്വീകരണ മുറികളിൽ ഒക്കെ, മുറ്റത്തും ഒക്കെ ആളുകൾക്ക് പരിചിതനായ ഒരു വ്യക്തിയാണ് ശ്രീകണ്ഠൻ നായർ. അത്രമാത്രം വർഷങ്ങളായിട്ടുള്ള ഫെമിലിയാരിറ്റിയും അദ്ദേഹത്തിൻ്റെ ശൈലി നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളും. അങ്ങനെ ഉള്ള 24 ആണ്. പക്ഷേ അവരിപ്പം 3ആം സ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് ഒരു സുപ്രധാന വാർത്ത. കുറേ കാലമായിട്ട് അദ്ദേഹം പ്രസംഗിച്ചിട്ടൊക്കെ നടക്കുന്നുണ്ട്, ഫേക്കായിട്ടാണ് റിപ്പോർട്ടർ ടി വി ഇങ്ങനെ ഒന്നാമതേക്ക് വരുന്നത് എന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്നുണ്ട്. ഇപ്പം മറ്റു പല പ്രമുഖ ചാനലുകളും ഇങ്ങനെ ഈ തരത്തിലുള്ള ആഭ്യന്തരമായിട്ട് തന്നെ പ്രചരണം നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയിൽ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വാർത്തയടക്കം അവർ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ ക്യാമ്പയിൻ, ഒരുപക്ഷെ ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയാവുന്ന രീതിയിൽ സൈബർ കോൺഗ്രസ് സംഘങ്ങൾ റിപ്പോർട്ടർ ടി വിക്കെതിരെ വലിയ വാർത്ത നടത്തുന്നുണ്ടായിരുന്നു. നേരത്തെ തന്നെ ദിലീപുമായി ബന്ധപ്പെട്ട കേസിലൊക്കെ അവർക്കെതിരെ വലിയ കേസുകളും അവർ അങ്ങനത്തെ വാർത്തകളിലൊക്കെ കൃത്യമായി നിലപാടെടുക്കുന്നുണ്ടാന്ന് ഞാൻ വിചാരിച്ചു. നിലപാടെന്ന് പറഞ്ഞാൽ റിപ്പോർട്ടിംഗ് നടക്കുന്നുണ്ട്. പിന്നെ എല്ലാ പാർട്ടിക്കാരും അത്യാവശ്യമൊക്കെ അവരെ നന്നായി അറ്റാക്ക് ചെയ്യുന്നത്, CPM പോലും സൈബർ മേഖലയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത് ഗൗരവമുള്ള രാഷ്ട്രീയ ബഹിഷ്കരണത്തിലേക്ക് തന്നെ പോയി. പക്ഷേ അതിൽ നമുക്ക് തോന്നിയ ഒരു രസകരമായതും പോസിറ്റീവായ ഒരു കാര്യമുണ്ട്. ഒന്നാം നിര ചാനൽ തന്നെ മുഖ്യ ഒരു ഈ വിവാദത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ മട്ടിലേക്ക് എത്തിച്ച ഒരു ഓഡിയോ സംഭാഷണമുണ്ട്. ആ ഓഡിയോ സംഭാഷണം യഥാർത്ഥത്തിൽ ആ മുഖ്യ മുൻനിര ചാനലിൻ്റെ സാഹചര്യത്തിലും ഒന്നും നോക്കാതെ ധൈര്യപൂർവ്വം സംപ്രേഷണം ചെയ്ത മലയാളം ന്യൂസ് 24/7, റിപ്പോർട്ടർ ടി വി, അങ്ങനെയൊക്കെയുള്ള ചാനലുകളാണ്. അതിനുശേഷമാണ് സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായിട്ട് മറ്റ് ചാനൽ മനോരമയും മാതൃഭൂമിയൊക്കെ കൊടുക്കുന്നത്. 24 ഒക്കെ കൊടുത്തിരുന്നു ആ സമയത്ത്. പക്ഷേ അന്നേരം ഇത്തരത്തിലുള്ള ചാനലുകളുടെ അനിവാര്യത ഞാൻ അന്ന് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നതാണ്. അങ്ങനെ ഒരു അവസ്ഥ റിപ്പോർട്ടർ ടി വിക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ബാർക്കാണല്ലോ ഇവരെ പരസ്യം ശേഖരിക്കുന്നതിനുള്ള, സാമ്പത്തിക അടിസ്ഥാനം ഉണ്ടാക്കുന്നതിനുള്ള, പ്രധാനപ്പെട്ട റേറ്റ് നിശ്ചയിക്കുന്നതിനുള്ള ഈ ചാർട്ട്. ബാർക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് 2500-ഓ 3500-ഓ മാത്രം വീടുകൾ ഒരു മെഷീൻ സ്ഥാപിക്കുകയും അതിൽ നിന്ന് രേഖപ്പെടുത്തുന്ന രീതിയിൽ കൂടുതൽ സമയം പ്ലേ ചെയ്ത വീട്ടിൽ ഉള്ള ആൾ ആ രേഖ എടുത്തിട്ട് 1ആം സ്ഥാനം നിശ്ചയിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ റിപ്പോർട്ടർ ടി വി അങ്ങനെ വരാൻ ചാൻസ് ഇല്ല എന്ന് പറഞ്ഞ് 24 രംഗത്തി അവർ കംപ്ലയിൻറ്റ് കൊടുത്തു. അവരൊരു വാട്സപ്പ് ചാറ്റ്, എന്തോ SNO എന്നൊക്കെ പറയുന്ന, പെയ്ഡ് എന്നൊക്കെ പറയുന്ന വാട്സപ്പ് ചാറ്റ് വെച്ച് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തു. ബാർക്കിൽ തട്ടിപ്പ്, ബാർക്കുമായി ചെറു തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് കളമശ്ശേരി പോലീസ് തോന്നുന്നു കേസെടുത്തു, FIR ഇട്ടു. ആൻഡോ 1ആം പ്രതിയായി. അദ്ദേഹത്തിനെതിരെ നേരത്തെ തന്നെ എല്ലാവരും പറയുന്ന മരമുറി കേസൊക്കെ ഉണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു വിശദാംശം ഇതിന് ശേഷം പറയാം. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. ഇപ്പോൾ ഇന്ന് വരുന്ന വാർത്തയാണ് ഇത്. ഈ വാർത്തയിൽ അതിലും ഞെട്ടിക്കുന്ന സംഭവമാണ്. മത്സരങ്ങൾ എങ്ങനെയൊക്കെയാണ് എത്തുന്നത് നോക്കണം കേട്ടോ. ഈ വാർത്ത ഇങ്ങനെയാണ്. വ്യാജ വാർത്ത 24 ന്യൂസിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. ശ്രീകണ്ഠൻ നായർ 1ആം പ്രതി. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 316(2), 318(4), 336(3), 35, ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിലെ സെക്ഷൻ 66, 72 എന്നിവ പ്രകാരമാണ് കുറ്റം ചുമത്തിയിരിക്കുന്നത്. എന്താ? അതായത് റിപ്പോർട്ടർ ടി വിയെ ലക്ഷ്യമിട്ട് വ്യാജ വാർത്ത സൃഷ്ടിച്ച് സംപ്രേഷണം ചെയ്തു എന്നാണ്. അങ്ങനെയാണ് കേസ്. ബാർക്ക് റേറ്റിങ്ങുകളുമായി ബന്ധപ്പെട്ട് തെറ്റായ റിപ്പോർട്ടിങ്ങുമായി 24 ന്യൂസ് രംഗത്തെത്തി. അങ്ങനെ അവർ വാർത്ത കൊടുത്തു. ബാർക്കിൻ്റെ ഇതിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി ഈ
വാട്സപ്പ് ചാറ്റ് എന്ന് പറഞ്ഞിട്ട് ഫേക്കായി വാട്സപ്പ് ചാറ്റ് ഉണ്ടാക്കിയെന്നാണ് കംപ്ലയിൻറ്റ്. അതിനനുസരിച്ച് ശ്രീകണ്ഠൻ നായർ, ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് എന്നിവരടക്കം 6 പേർക്കെതിരെ കേസെടുത്തു. ശ്രീകണ്ഠൻ നായർ 1-ാം പ്രതിയും മകൻ ശ്രീരാജ് 2-ാം പ്രതി, മറ്റുള്ളവർ CEO ഉണ്ണികൃഷ്ണൻ 3-ാം പ്രതി, എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപീഷ്ണൻ 4, B ദിലീപ് കുമാർ 5, ചെയർമാൻ ആലുങ്കൽ മുഹമ്മദ് 6 എന്നിവരാണ് പ്രതികൾ. മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യുക, വാട്സപ്പ് ചാറ്റുകൾ മോഷ്ടിക്കുക, വ്യാജ സ്ക്രീൻഷോട്ടുകൾ സൃഷ്ടിക്കുക എന്നിവയാണ് ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ. അപ്പോൾ നമ്മളെ കാണിച്ച 24 ന്യൂസ് കാണിച്ച വാട്സപ്പ് ചാറ്റ് ഫേക്കാണെന്നാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പറയുകയും പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രാഥമികമായി അതിൽ കാര്യമുണ്ടെന്ന് തോന്നിയാലാണ് സാധാരണ FIR ഇടുക. 2 കേസും അങ്ങനെ തന്നെ. അപ്പുറത്ത് ഈ ബാർക്കിൽ ഫേക്കാണ് എന്നുള്ള തോന്നിയിട്ടായിരിക്കുമല്ലോ അവരും കേസെടുത്തിട്ടുണ്ടാവുക. എന്തായാലും അങ്ങനെയാണ് സ്ഥിതി. FIR പറയുന്നത് ഇങ്ങനെയാണ്: 1 മുതൽ 6 വരെയുള്ള പ്രതികൾ വാട്സാപ്പ് ചാറ്റുകൾ മോഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തി, കൃത്രിമമായി വ്യാജ വിവരങ്ങൾ ചേർത്തു. റിപ്പോർട്ടർ TVയുടെ പ്രതിനിധികൾ ഒരു ബാർക്ക് ജീവനക്കാരന് 100 കോടി രൂപ കൈക്കൂലി നൽകിയെന്ന് വ്യാജമായി കാണിക്കാൻ വ്യാജ സ്ക്രീൻഷോട്ടുകൾ സൃഷ്ടിച്ചു. ഏത് ചാനൽ 1-ാം സ്ഥാനത്ത് എത്തുന്നതിന് 100 കോടി കൈക്കൂലി നൽകിയെന്നാണ് 24 പറഞ്ഞത്. അത് അന്നേരം തന്നെ എനിക്ക് തോന്നിയിരുന്നത് അവിശ്വസനീയമാണ്. 100 കോടി പൈസ കൊടുത്തിട്ട് ഒരു ചാനൽ 1-ാമത് എത്തിയിട്ട് എന്ത് കിട്ടാനാ? ഒരു ചാനൽ നടത്തിക്കാൻ എത്ര പൈസ വേണം? ഈ 100 കോടി എവിടെ നിന്ന് കിട്ടാനാണ്? 1-ാമത് എത്തിയിട്ട് അതിന് മാത്രം പരസ്യ വരുമാനം ഉണ്ടാവും? എനിക്കറിയില്ല. എന്തായാലും ഇങ്ങനെയാണ് അവർ പറഞ്ഞത്. ഈ നിയമത്തിലൂടെ പരാതിക്കാരന് 25 കോടിയുടെ നേരിട്ടുള്ള നഷ്ടവും 100 കോടിയുള്ള പരോക്ഷ നഷ്ടവും ഉണ്ടായി എന്നാണ് റിപ്പോർട്ടർ TVയുടെ കംപ്ലയിൻറ്റ്. അതാണ് ഇതിനകത്ത് വന്നതെന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഈ പോലീസ് FIRൻ്റെ കാര്യമാണ് ഇപ്പോൾ വാർത്ത ഞാൻ വായിച്ചത്. അത് റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്ത വാർത്തയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ മറ്റ് വിശദാംശം നോക്കുകയാണെങ്കിൽ ഈ ചാനലുകൾ തമ്മിലുള്ള മത്സരമാണ്. നമ്മൾ ഒരു ഭാഗത്ത് ഉറച്ചു നിൽക്കേണ്ട കാര്യമില്ല. കാരണം ഇത് വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ യുക്തിസഹമായ നിലപാടെടുക്കാനേ പറ്റുള്ളൂ. അമ്മാതിരി നിലയിലേക്ക് കേരളത്തിലെ മാധ്യമങ്ങളുടെ പരസ്പര തർക്കങ്ങളും മാധ്യമ ധാർമ്മികത മറന്നുവെച്ചുള്ള നീക്കങ്ങളും ഒക്കെ പോയിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്തായാലും ഡോക്ടർ പ്രേംകുമാർ, മാധ്യമ നിരീക്ഷകൻ കൂടിയായ പ്രേംകുമാർ, അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ കുറച്ച് വിശദാംശങ്ങൾ വെച്ചൊരു നിരീക്ഷണം അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളെയും ഒരു നിലപാടെടുക്കുന്നതിന് സഹായിക്കും. ഞാനത് വായിക്കാം. ബാർക്ക് തട്ടിപ്പിനെ പറ്റി 24 ന്യൂസിൽ വന്ന വാർത്ത തട്ടിപ്പാണെന്ന് അന്നേ തോന്നിയിരുന്നു. റേറ്റിംഗിൽ ഉഡായിപ്പുണ്ടാക്കാൻ ബാർക്കിൽ ജോലി ചെയ്യുന്ന ഏതോ ഒരുത്തന് ആൻഡോ അഗസ്റ്റ് 100 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്നായിരുന്നു ബ്രേക്കിംഗ്. ആ കോടിക്കണക്കിലായിരുന്നു നമ്മുടെ ഡൗട്ട്. 100 കോടി ഒരുത്തിന് കൈക്കൂലി കൊടുക്കണമെങ്കിൽ റിപ്പോർട്ടർ ചാനലിൽ മാസം 1000 കോടി എങ്കിലും ലാഭം ഉണ്ടാവണം. 1000 കോടി ലാഭം ഉണ്ടെന്നല്ല എന്ന് പറഞ്ഞാൽ ആൻഡോയുടെ കയ്യിൽ 12000 കോടിയെങ്കിലും മൊത്തത്തിലുണ്ടാവണം. 12000 കോടി ഉണ്ട് എന്ന് പറയുമ്പം ആ ചങ്ങാതി എപ്പോഴേ കേരള സംസ്ഥാനം മുഴുവൻ വിലക്കെടുത്ത് അദാനിക്ക് മറിച്ച് വിറ്റേനെ. ഇന്നുച്ചയ്ക്കും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. 12000 കോടി കയ്യിലുണ്ടായിരുന്നെങ്കിൽ 24 ന്യൂസിൻ്റെ സ്റ്റുഡിയോ JCB കൊണ്ടുവന്ന് പൊളിച്ച് കളയാൻ അയാൾ എന്നെ കൊട്ടേഷൻ കൊടുത്തേനെ. ഇന്ന് വൈകിട്ടും ആ സ്റ്റുഡിയോ അവിടെ തന്നെ ഉണ്ട്. ബാർക്ക് തട്ടിപ്പിനെ പറ്റി 24 ന്യൂസിൽ വന്ന വാർത്ത തട്ടിപ്പാണെന്ന് അന്നേ തോന്നിയിരുന്നു. ആൻഡോ അഗസ്റ്റിൻ്റെ പേരിൽ റിപ്പോർട്ടർ തുടങ്ങുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു ഡസൻ കേസ് നേരത്തെ തന്നെ അയാൾക്കുണ്ട്. ആൻഡോ കൊടുത്തൊരു കേസിൽ 1-ാം പ്രതിയായി കാർഡിൽ വന്ന് കറങ്ങാനുള്ള ശ്രീകണ്ഠൻ നായരുടെ ഭാഗ്യമാണ് മഹാഭാഗ്യം. 2 സുഹൃത്തുക്കൾ തമ്മിൽ കേസ് കൊടുത്ത് കളിക്കുന്നത് കണ്ട് ചായ കുടിക്കുന്ന ഞാൻ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നിരാശപ്പെടാൻ പാടില്ല. എപ്പോഴാ ഭാഗ്യം വരുന്നത് എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇത് കണ്ട് ചിരിക്കേണ്ട കാര്യമല്ല. പക്ഷെ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മളെ മാധ്യമങ്ങൾ, ചാനലുകൾ, ന്യൂസ് ചാനലുകൾ എത്തിച്ചു എന്നുള്ളതാണ് ദൗർഭാഗ്യകരം. എന്തായാലും കേരളത്തിലെ മാധ്യമ രംഗത്തെ ഏറ്റവും പുതിയ തർക്കമാണ്. ഇപ്പം ഇതിൽ പങ്കാളികളാവുന്നവർക്ക് ഭയങ്കര രസമാണ് കേട്ടോ. ഇപ്പോൾ ബാർക്കിൽ കൃത്രിമത്വം കാണിച്ചു എന്ന് പറഞ്ഞ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പറഞ്ഞു. കൃത്രിമത്വം കാണിക്കുന്നു പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ചാനലുകൾ ഭയങ്കര ചർച്ച എന്നിട്ട് 24 ന്യൂസ് വാർത്ത കൊടുത്തു. ആരാ ചർച്ച? റിപ്പബ്ലിക് TVയിൽ അർണബ് ഗോസ്വാമിയുടെ ചർച്ചയാണ് ആ ചാനൽ. അപ്പോൾ ആരാ റിപ്പബ്ലിക് TVക്ക് നിങ്ങൾക്കറിയാലോ, ബാർക്കിന് മുമ്പ് ടാമുള്ള കാലത്ത് ടാമിൽ തട്ടിപ്പ് നടത്തിയെന്ന് പറഞ്ഞിട്ട് അറസ്റ്റിലായ ആളാണ്. എന്നിട്ട് കേസൊക്കെ മുന്നോട്ട് പിന്നെ ED ഒക്കെ ഏറ്റെടുത്തു. അവിടെ ഭരണം മാറി. പിന്നെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. എന്തായാലും FIRും വിചാരണയും ഒക്കെ കഴിഞ്ഞ് ടാമ് തട്ടിപ്പാണെന്ന് കണ്ടെത്തിയിട്ട് അത് കോടതി പൂട്ടിച്ചിട്ടാണ് ബാർക്ക് തുടങ്ങിയത്. അതിന് കാരണം എന്നിട്ട് അവരിപ്പോൾ പറയാണ് ബാർക്കിൽ തട്ടിപ്പിനെ കുറിച്ച് ഭയങ്കര ചർച്ചയാണ്. തട്ടിപ്പുണ്ടെങ്കിൽ പിടിക്കണം, തട്ടിപ്പിനുള്ള സാധ്യതകളുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ മലയാളത്തിൽ 1 വർഷത്തിനിടയിൽ ഒരു തട്ടിപ്പ് ബാർക്കിൻ്റെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതിൻ്റെ തുടർന്ന് പണിഷ്മെൻ്റായിട്ട് മലയാളത്തിൽ ഒരു ചാനലിനെ അതിൽ നിന്നും പണിഷ്മെൻ്റായിട്ട് പിന്നിലോട്ട് തള്ളിയിരുന്നു. ഇത്ര കാലത്തേക്ക് നിങ്ങൾക്ക് ഇന്ന ഷെയർ മാത്രമേ കിട്ടുള്ളൂ, ബാക്കി പണിഷ്മെൻ്റാന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ അതിനെതിരെ രംഗത്തൊക്കെ വന്നു. പക്ഷേ പരസ്യമായിട്ട് അവർ ഇത് പുറത്ത് വിട്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മറ്റ് ഡീറ്റെയിൽസ് ഒന്നും പറയാത്തത്. അങ്ങനെയുള്ള സാഹചര്യം വരെ ഉണ്ട്. ഇതിനകത്ത് തട്ടിപ്പൊക്കെ നടക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ വീടുകളെ സ്വാധീനിക്കാനൊക്കെ ശ്രമിക്കും. അവർക്ക് വിവരങ്ങൾ കിട്ടും, ചാനലുകൾക്ക് ഇന്ന വീടുകളിലാണെന്ന് കിട്ടാനുള്ള സാഹചര്യങ്ങളുണ്ട്, സീക്രസി ഉണ്ടെങ്കിൽ പോലും. എന്തായാലും ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യമുണ്ട്. മനുഷ്യന്മാരെ പറ്റിക്കുന്ന പരിപാടി നിർത്തണം. അത് ആരായാലും നിർത്തണം എന്ന് മാത്രമാണ്. അത് ഏതൊക്കെ വ്യാജരേഖ ഉണ്ടാക്കിയാലും വ്യാജ റേറ്റിംഗ് ഉണ്ടാക്കിയാലും അങ്ങനെയൊക്കെ പ്രതിരോധം ഇടപെടാൻ നമ്മൾ സാധാരണക്കാർക്ക് വലിയ കാര്യമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും നമ്മൾ ചാനൽ കാണാം എന്നൊക്കെയുള്ളൂ. എന്തായാലും റിപ്പോർട്ടർ TV ഇപ്പം ഒരു സ്റ്റെപ്പ് മുമ്പിലാണ്. ഇങ്ങനൊരു കേസ് കൂടി വന്ന സ്ഥിതിക്ക് ഇന്നലെ വരെ തിരിച്ചായിരുന്നു. ഇനിയിപ്പം 24ൻ്റെ അടുത്ത നീക്കം എന്തായിരിക്കും നമുക്ക് കാത്തിരുന്നിട്ട് തന്നെ കാണണം. നന്ദി, നമസ്കാരം.